In the first olden days, the first salary was 405. I cannot forget this 405 number because it's Indian rupees that we can see 840 rupees. 15 പേര് കൂടിയിട്ട് വാങ്ങിയ ഒരു ടേപ്പ് റെക്കോർഡ് അത് 300 റിയാലിന് 15 പേര് ഷെയർ ചെയ്ത് വാങ്ങിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഈസക്കായത് ഇപ്പോഴല്ല, ഒരു ഈസയായിരുന്ന ഈസക്ക് നിങ്ങളെല്ലാവരും പറയുന്നത് എങ്ങനെ ഈസക്കായെന്നുള്ള പഴയ അനുഭവങ്ങൾ പറയുന്നത് സൈക്കോളജി. അപ്പൊ ആ 300 റിയാലിന്റെ എല്ലാവരും കൂടി വാങ്ങിയ ടേപ്പ് റെക്കോർഡ് 2 മണിക്കൂർ കടമെടുത്ത് പോയിട്ട് മുസ്ലിം ലീഗിന്റെ ജീവകാരുണ്യ മുഖത്തിന് നിറശോഭ നൽകിയ ഈസക്ക ഇനി ഓർമ്മ. പ്രവാസലോകത്തും നാട്ടിലും സാമൂഹ്യ സാംസ്കാരിക കലാകായിക മേഖലകളിൽ നിറസാന്നിധ്യമായും മനുഷ്യത്വത്തിന്റെ പ്രതിരൂപമായും നമുക്കൊപ്പമുണ്ടായിരുന്ന കെ മുഹമ്മദ് ഈസ എന്ന ഈസക്ക യാത്രയായി. ന്യൂമോണിയ ബാധിതനായി ഖത്തറിലെ ഹമദ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 69 വയസ്സായിരുന്നു. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ഈസയുടെ ജനനവും വിദ്യാഭ്യാസവും തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലായിരുന്നു. 1976 തന്റെ 19-ാം വയസ്സിലായിരുന്നു കപ്പൽ കയറി ഖത്തറിലെത്തുന്നത്. മുനിസിപ്പാലിറ്റി ജീവനക്കാരനായാണ് പ്രവാസം തുടങ്ങുന്നത്. പിന്നീട് മുഹമ്മദ് ഈസ എന്ന മനുഷ്യൻ ഖത്തറിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ജീവാത്മാവായും പരമാത്മാവായും മാറുകയായിരുന്നു. മലയാളി സമൂഹത്തിന്റെയും സ്വദേശികളുടെയും പ്രിയപ്പെട്ടവനായി മാറിയ ഈസ പ്രവാസ ജീവിതത്തിന്റെ അരനൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കാനിരിക്കെയാണ് പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി വിട പറഞ്ഞത്. സാമൂഹ്യ പ്രവർത്തനവും സംഗീതവുമായിരുന്നു മുഹമ്മദ് ഈസയുടെ ജീവിതം. ഖത്തർ KMCCയിലൂടെയാണ് ജീവകാരുണ്യ മേഖലയിലേക്ക് എത്തുന്നത്. ഈസയുടെ കരസ്പർശമേൽക്കാത്ത ജീവകാരുണ്യ മേഖല കേരളത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മുഹമ്മദ് ഈസയുടെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് ചന്ദ്രിക പത്രാധിപരും സ്പോർട്സ് ജേർണലിസ്റ്റുമായ കമാൽ വരദൂർ പറയുന്നതിങ്ങനെ: ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവനാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ അതിലേറെ, അതായത് ഏത് പാട്ടുകളും അദ്ദേഹത്തിന് ഒരു തമിഴ് പാട്ടുകളോട് പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ട് SP ആണ് അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ട ഗായകനെന്ന് SP ബാലസുബ്രഹ്മണ്യം. എത്ര പേർക്കാണ് അദ്ദേഹം കൈ അയച്ച് സഹായങ്ങൾ കൊടുത്തിട്ടുള്ളത്. മലയാളത്തിലെ ഏറ്റവും മികച്ച പിന്നണി ഗായകർ ഉൾപ്പെടെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരായ ഗായകർക്ക് വരെ, അല്ലെങ്കിൽ സാധാരണക്കാരായ കളിക്കാർക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ എല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ചന്ദ്രിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണ്. ചന്ദ്രികയ്ക്ക് വേണ്ടി അദ്ദേഹം മരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല. അത്രമാത്രം ചന്ദ്രികയെ സ്നേഹിച്ച ഒരാളാണ്, മുസ്ലിം ലീഗിനെ സ്നേഹിച്ച ഒരാളാണ്. KMCC എന്ന് പറഞ്ഞാൽ, ഖത്തറിലെ KMCC എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. മനുഷ്യ മനസ്സുകളെ, വേദനിക്കുന്ന ഹൃദയങ്ങളെ അത്രത്തോളം തൊട്ടറിഞ്ഞിരുന്ന പച്ച മനുഷ്യനായിരുന്നു മുഹമ്മദ് ഈസ. ഖത്തറിലെ വ്യവസായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മുഹമ്മദ് ഈസയുടെ മറ്റൊരു സ്നേഹത്തിന്റെ മുഖമായിരുന്നു സംഗീതം. കലയെയും സംഗീതത്തെയും ഇത്രയധികം പ്രണയിച്ച പ്രവാസിയുണ്ടായിരിക്കാൻ ഇടയില്ല. ഖത്തറിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയൊക്കെ സംഗീതമുണ്ടോ അവിടെ ഇസാക്കയുടെ നിറസാന്നിധ്യമുണ്ടാകും. ജീവകാരുണ്യവും കലയും സംഗീതവും രാഷ്ട്രീയവും കച്ചവടവും ഒരുപോലെ സമന്വയിപ്പിച്ചുള്ള അത്യപൂർവ പ്രതിഭയായിരുന്നു മുഹമ്മദ് ഈസ. ഖത്തറിലെ പ്രശസ്തമായ അലി ഇന്റർനാഷണൽ ഗ്രൂപ്പ് ജനറൽ മാനേജറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി സംരംഭങ്ങളിൽ പങ്കാളിയുമായിരുന്നു. അനവധി സാമൂഹിക സാംസ്കാരിക മതസംഘടനകളുടെ ഭാരവാഹിത്വവും വഹിച്ചിരുന്നു. കലാകായിക വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന മുഹമ്മദ് ഈസ മികച്ച ഗായകനും ഫുട്ബോൾ സംഘാടകനും മാപ്പിള കലയെ പ്രോത്സാഹിപ്പിക്കാനായി ജീവിതത്തിന്റെ സിംഹഭാഗവും നീക്കിവച്ച പ്രതിഭാസമ്പന്നനുമായിരുന്നു. ഖത്തറിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും പ്രവാസി സമൂഹത്തിന് താങ്ങും തണലുമായിരുന്ന മുഹമ്മദ് ഈസയുടെ പെട്ടെന്നുള്ള വേർപാടിൽ നാട്ടിലും മറുനാട്ടിലുമുള്ളവർ ഒരുപോലെ തേങ്ങുകയാണ്. ഈസക്ക എന്ന മനുഷ്യസ്നേഹത്തിന്റെ ശൂന്യതയോർത്ത്.